പോകാം വിശദമായ വാർത്തകളിലേക്ക്. ഒന്നുകിൽ ഇറാനെ തകർക്കുമെന്നും അതല്ലെങ്കിൽ അവരുമായി ഒരു കരാറിൽ എത്തുമെന്നും ട്രംപ് പറയുന്നുണ്ട്. ഇറാൻ ഒരു കരാർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവർ നൽകിയ പുതിയ നിർദ്ദേശത്തിൽ താൻ തൃപ്തനല്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. യുദ്ധവിരാമം ലക്ഷ്യമിട്ട് ഇറാൻ പുതിയ നിർദ്ദേശം കൈമാറിയെങ്കിലും അമേരിക്ക ഒട്ടേറെ ഭേദഗതികൾ നിർദ്ദേശിച്ചതായാണ് റിപ്പോർട്ട്. ആണവ നിലയത്തിൽ നിന്ന് സമ്പുഷ്ടീകരിച്ച യുറേനിയം മാറ്റരുതെന്ന് ഇറാൻ ഉറപ്പ് നൽകണമെന്നാണ് സ്റ്റീവ് വിറ്റ്കോഫ് കൈമാറിയ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നതായി US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനെതിരെ യുദ്ധസന്നാഹങ്ങൾ സജീവമായി തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു ചർച്ചാ നീക്കം വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇതിനിടെ ഇറാനിലെ 30 സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ട് US ട്രഷറി വകുപ്പ്. ഹോർമൂസ് വഴി പോകാൻ ഇറാന് ഫീസ് നൽകുന്ന കപ്പലുകൾക്കും ഉപരോധം ഏർപ്പെടുത്തുമെന്ന മുന്നറിയിപ്പ് കൂടി ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. ഇറാൻ നൽകിയ നിർദ്ദേശങ്ങൾ ഏതായാലും തള്ളുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ നിർദ്ദേശിച്ച പല കാര്യങ്ങളും പാകിസ്ഥാൻ വഴിയായിരുന്നു ഇത്തരത്തിലുള്ള നിർദ്ദേശം ഇറാൻ നൽകിയത്. പക്ഷേ അത് തള്ളുന്നതായാണ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുള്ളത്. ആ പല നിർദ്ദേശങ്ങളിലും ചില ഭേദഗതികൾ വരുത്തുന്നുണ്ട്. അതും പാകിസ്ഥാനെ, അതായത് മധ്യസ്ഥ രാജ്യം എന്ന നിലയ്ക്ക്, ഇടനിലക്കാരെന്ന നിലയ്ക്ക് അത് പാകിസ്ഥാനെ നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളിൽ ഇറാൻ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അക്കാര്യത്തിൽ ഒരു നിലപാട് ഇറാന്റെ ഭാഗത്തുനിന്ന് വന്നാൽ മാത്രമേ ഇനി അമേരിക്ക തുടർ നടപടികൾ സ്വീകരിക്കൂ എന്നാണ് ഒരു ഭീഷണിയായും മുന്നറിയിപ്പായും ഡൊണാൾഡ് ട്രംപ് ഏറ്റവും ഒടുവിൽ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും ഈ ചർച്ചാ നീക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിലുള്ള ചില ഉപരോധങ്ങളും US ട്രഷറി വകുപ്പായാലും ഏർപ്പെടുത്തുന്നത്. US ട്രഷറി വകുപ്പ് ഇറാനിലെ ചില ഉദ്യോഗസ്ഥർക്കും ചില സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിലുള്ള ഒരു ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിലൊക്കെ ആക്രമിക്കുകയാണെങ്കിലും ഏത് മാരകായുധമെടുത്ത ആക്രമണം തുടങ്ങിയാലും വലിയ തിരിച്ചടിയായിരിക്കും പ്രതീക്ഷിക്കേണ്ടത് എന്ന് IRGC ഇന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വലിയ രീതിയിൽ ഹോർമൂസിലെ പ്രതിസന്ധി ലോകരാജ്യങ്ങളെ ആകെ ബാധിക്കുന്നു, ഇന്ത്യയെ ബാധിക്കുന്നു. ഇന്ത്യ ഇന്ന് വാണിജ്യ സിലിണ്ടറുകൾക്ക് വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പല തെരഞ്ഞെടുപ്പുകൾ നടക്കുകയായിരുന്നു. ആ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നടന്നതിൻ്റെ ഭാഗമായി ശേഷം ഇപ്പോഴിതാ ഇന്ത്യയിൽ വലിയ രീതിയിൽ ഈ ഹോർമൂസ് എങ്ങനെ ബാധിക്കുന്നു, പശ്ചിമേഷ്യൻ യുദ്ധം എങ്ങനെ ബാധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ തെളിവായി ഇന്ന് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില ഒറ്റയടിക്ക് കൂട്ടിയിരിക്കുന്നത് 993 രൂപയാണ്. അപ്പോൾ ആ രീതിയിലാണ് യുദ്ധം ഇന്ത്യയെ ബാധിക്കുന്നത്. അപ്പോൾ പശ്ചിമേഷ്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിഞ്ഞു വരാം. MCA നാസർ തത്സമയം വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നാസർ, ഞാൻ പറഞ്ഞു വയ്ക്കുകയായിരുന്നു ഏത് രീതിയിലാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഇടപെടൽ. ഇറാൻ നൽകിയ നിർദ്ദേശങ്ങൾ അത് പൂർണ്ണമായും തള്ളുന്നുണ്ട്. പകരം ചില നിർദ്ദേശങ്ങളാണ് പാകിസ്ഥാൻ വഴി ഇറാനിലേക്ക് അയച്ചിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങൾ ഏത് രീതിയിലാണ് ഇറാൻ സ്വീകരിക്കുക എന്ന കാര്യത്തിൽ കാത്തു നിൽക്കുകയാണ് താനെന്നാണ് ഒരു മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് ട്രംപ് നൽകുന്ന ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പല്ലേ? തീർച്ചയായിട്ടും ട്രംപ് ഏറ്റവും അവസാനം നൽകിയിരിക്കുന്ന പ്രതികരണം അതാണ്. കാരണം ഇന്ന് രാത്രി തന്നെ ഇറാൻ നേതൃത്വവുമായി പാകിസ്ഥാൻ മുഖേന സംസാരിച്ചു. ആ സംസാരത്തിന്റെ ഒരു പ്രതികരണത്തിന് വേണ്ടി താൻ കാത്തിരിക്കുകയാണ്. പക്ഷേ തനിക്ക് പ്രതീക്ഷ കുറവാണ് എന്നൊരു സൂചനയാണ് ട്രംപ് അവസാനം നടത്തിയ പ്രതികരണത്തിലും വ്യക്തമാക്കുന്നത്. കാരണം ആണവ ആയുധം സ്വന്തമാക്കുന്ന ഒരു സാഹചര്യം ഒരു നിലക്കും താൻ അനുവദിക്കുകയില്ല. ഇക്കാര്യം തന്നെയാണ് ഔദ്യോഗികമായിട്ടുള്ള വിവിധ ഭേദഗതി നിർദ്ദേശങ്ങളിലൂടെ പാകിസ്ഥാൻ മുഖേന ഇറാനെ അറിയിച്ചിരിക്കുന്നത്. ആ ഒരു ഉപാധി അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കരാറിലേക്ക് ഒന്നുകിൽ ഇറാൻ എത്തിച്ചേരുക, അതല്ലെങ്കിൽ സമ്പൂർണ്ണമായിട്ടുള്ള തകർച്ച നേരിടാൻ ഇറാൻ ഒരുങ്ങി നിൽക്കുക. ഈ 2 ഓപ്ഷൻ മാത്രമാണ് താൻ അവർക്ക് മുമ്പാകെ വെക്കുന്നത് എന്നുകൂടി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ അതേസമയം തന്നെയാണ് അല്പം മുമ്പ് ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് മുജ്തബ കാംനയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. കാരണം ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഈ നാവിക ഉപരോധം ഉൾപ്പെടെയുള്ള തിട്ടൂരങ്ങൾ നൽകി ഇറാനെ അമർച്ച ചെയ്യാമെന്ന് ട്രംപോ അദ്ദേഹത്തിന്റെ ഭരണകൂടമോ ശ്രമിക്കേണ്ടതില്ല. അത്തരം നീക്കങ്ങളെ അതിശക്തമായിട്ട് ചെറുക്കാനുള്ള പ്രാപ്തിയും അതിനുള്ള സൈനികമായിട്ടുള്ള ശേഷിയും തങ്ങൾക്കുണ്ട് എന്നുകൂടിയാണ് ഇപ്പോൾ പരമോന്നത ആത്മീയ നേതാവിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി നടത്തിയിരിക്കുന്ന പ്രതികരണത്തിലും ഡിപ്ലോമസി ആണെങ്കിൽ അതിനോട് പൂർണ്ണമായിട്ടും യോജിച്ച് പോകുന്ന ഒരു സമീപനം തന്നെ ഇറാൻ സ്വീകരിച്ചിട്ടുണ്ട്. നേരത്തെയും പല ഘട്ടങ്ങളിലും വൻശക്തി രാജ്യങ്ങളും മധ്യസ്ഥ രാജ്യങ്ങളും ഒക്കെ ഇടപെട്ടതുകൊണ്ട് അത്തരം ഡിപ്ലോമസിയുടെ മാർഗം തന്നെയാണ് തങ്ങൾ അവലംബിച്ചത്. പക്ഷെ അത്തരം നീക്കങ്ങൾ നടത്തുന്നതിനിടയിലാണ് ഏകപക്ഷീയമായിട്ടുള്ള കടന്നാക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ആ സാധ്യതയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്ന ഒരു സമീപനം അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ ഡിപ്ലോമസിയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടും തങ്ങൾക്ക് വിശ്വാസ്യത ഇനിയും വന്നിട്ടില്ല. പക്ഷേ രാജ്യത്തിൻ്റെതായിട്ടുള്ള പൊതു താല്പര്യങ്ങളെ, പൊതുവായിട്ടുള്ള നിലപാടുകളെ അതിനെ അതിലംഘിച്ചുകൊണ്ടോ അതിനെ നിഷേധിച്ചുകൊണ്ടോ ഉള്ള ഒരു വിട്ടുവീഴ്ചയിലേക്ക് തങ്ങൾ വരുമെന്ന് അമേരിക്ക കരുതേണ്ടതില്ല എന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി അല്പം മുമ്പ് നൽകിയിരിക്കുന്നത്. അതായത്
രണ്ട് രാജ്യങ്ങളും അമേരിക്കയും ഇറാനും തങ്ങളുടേതായിട്ടുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോൾ ഒരു കരാറിലേക്കോ ഒരു ചർച്ചയിലേക്കോ ഇത് എത്തിച്ചേരാനുള്ള സാധ്യത വിദൂരമായി തന്നെയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പാകിസ്ഥാൻ വലിയ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. പാകിസ്ഥാൻ മാത്രമല്ല, ഈജിപ്ത്, തുർക്കി, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഇതേ നിലപാട് തന്നെയാണ് പങ്കുവെക്കുന്നത്. ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു യുദ്ധം എന്ത് വില കൊടുത്തിട്ടും ഒഴിവാക്കാനുള്ള തങ്ങളുടെ ശ്രമം വിജയിക്കുമെന്ന് അവരൊക്കെ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ട്രംപിന്റെ പ്രതികരണങ്ങളും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളും ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്താനുള്ള സാധ്യത വളരെ പരിമിതപ്പെടുത്തുകയാണ്. അതിനിടെയാണ് കൂടുതൽ വലിയ സൈനിക മുന്നൊരുക്കങ്ങളുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. US സെൻട്രൽ കമാൻഡ് തന്നെ ഇന്ന് വിമാനങ്ങളിൽ പുതുതായിട്ട് ആയുധങ്ങൾ നിറയ്ക്കുന്നതിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ സംഭരിക്കുന്നതിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ തന്നെ ഇന്ന് പുറത്തുവിട്ടിരുന്നു. അതോടൊപ്പം തന്നെ ജർമ്മനിയിൽ നിന്നും മറ്റും കൂടുതൽ പോർവിമാനങ്ങളും മറ്റും മേഖലയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ തുടരുന്നതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് വലിയ തോതിലുള്ള സൈനിക പടയൊരുക്കം അമേരിക്ക മുന്നോട്ട് നീക്കുന്നു. ഇതിനെ നേരിടാൻ ഹോർമസ് കടലിടുക്കിലും പരിസരങ്ങളിലുമായിട്ട് നാവിക സൈന്യം ഇറാന്റേത് വളരെ ശക്തമായിട്ടുള്ള നീക്കങ്ങൾ അവരും തുടരുന്നുണ്ട്. അമേരിക്കയെ പോലും ഞെട്ടിക്കുന്ന പുതിയ ആയുധങ്ങൾ തങ്ങൾ വികസിപ്പിച്ചതായിട്ടുള്ള മുന്നറിയിപ്പ് ഇന്നലെ തന്നെ IRGCയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണമായിട്ടും വന്നിരുന്നു. അപ്പോൾ ഡിപ്ലോമസി ഒരു ഭാഗത്ത് നടക്കുന്നു, അതോടൊപ്പം തന്നെ സൈനിക മുന്നൊരുക്കങ്ങൾ മറുഭാഗത്ത് തുടരുന്നു. ഇതിനിടയിൽ പെടുന്നത് ലോകത്തെ സാധാരണ മനുഷ്യരും ജനങ്ങളും അതോടൊപ്പം തന്നെ വിവിധ രാജ്യങ്ങളുമാണ്. ഇപ്പൊ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ ഇന്ധന ക്ഷാമം അത് രൂക്ഷമാവുന്ന ഒരു അവസ്ഥ രൂപപ്പെട്ടിരിക്കുന്നു. വലിയ തോതിൽ വിലയൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾ ഉൾപ്പെടെ വിലക്കയറ്റം വലിയ തോതിൽ തന്നെ ഗണ്യമായി ഉയരുന്നതിന്റെ തിക്തമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. ആഗോള വിപണിയിലുള്ള ഈ എണ്ണവില വർധന ഇനിയും തുടരുകയാണെങ്കിൽ കൂടുതൽ രൂക്ഷമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അത് പോകും. പക്ഷേ ഇതിനെ നേരിടാൻ അമേരിക്കക്കും ഇറാനും അല്ലെങ്കിൽ മധ്യസ്ഥ രാജ്യങ്ങൾക്കും എത്ര കണ്ട് സാധിക്കുമെന്ന ചോദ്യത്തിന് പിന്നിട്ട ദിവസങ്ങളിലൊക്കെ നടന്ന ആ ചർച്ചകളുടെ അതേ അവസ്ഥയിൽ തന്നെയാണ്, അതേ അനിശ്ചിതാവസ്ഥയിൽ തന്നെയാണ് കാര്യങ്ങൾ ഈ രാത്രിയിലും മുന്നോട്ട് പോകുന്നത്.